നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഒരു തിങ്കളാഴ്ച വൈകിട്ട് കൂടി ദൈവവചന പഠനത്തിനായിട്ട് ഈ നിലയിൽ കടന്നു വരുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പഠന പരമ്പരയുടെ 4ാമത്തെ ക്ലാസ് ആണല്ലോ ഇത്. മാത്രമല്ല എബ്രായ ലേഖനത്തിൽ നിന്നും ഉള്ള 5 ഭയനിർദ്ദേശങ്ങൾ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഭയനിർദ്ദേശം 2ാം അധ്യായത്തിൽ നാം കാണുകയുണ്ടായി. പിന്നീട് 3, 4 അധ്യായങ്ങളിൽ നാം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ 6ാം അധ്യായത്തിൽ നിന്നുള്ള ഭയനിർദ്ദേശമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിനുശേഷം ഈ 4ാമത്തെ ഭയനിർദ്ദേശം നാം കാണുന്നത് എബ്രായ ലേഖനം 10ാം അധ്യായത്തിലാണ്. അപ്പോൾ ഇന്നത്തെ പഠനത്തിനായിട്ട് നാം എബ്രായ ലേഖനം 10ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇതിൻ്റെ 26 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. എന്നാൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായി വായിക്കാം. ബാക്കിയുള്ള വാക്യങ്ങൾ നാം വിശദീകരിക്കുമ്പോൾ അത് നമുക്ക് നോക്കിയാൽ മതിയാകും. 10ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിപ്പാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവന് നാം ചെയ്യുന്നവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. നാം വായിച്ച വേദഭാഗത്തെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തരുമാറാകട്ടെ. നാം ആദ്യത്തെ ക്ലാസ്സിൽ 2ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ അവഗണനയ്ക്കുള്ള ഭയനിർദ്ദേശം എന്നാണ് നാം തലക്കെട്ട് കൊടുത്തത്. 2ാമത്തെ ക്ലാസ് 3ാം അധ്യായം 7 മുതൽ 4ാം അധ്യായം 13 വരെയുള്ള വാക്യങ്ങളാണ് നാം ശ്രദ്ധിച്ചത്. അവിടെ അവിശ്വാസത്തിന് അല്ലെങ്കിൽ അനുസരണക്കേടിനുള്ള ഭയനിർദ്ദേശം എന്നാണ് നാം അതിനെ വിളിച്ചത്. പിന്നീട് 5ാം അധ്യായം 11 മുതൽ 6ാം അധ്യായം 12 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നാം കണ്ട ഭാഗം പിന്മാറിപ്പോകുന്നവർക്കുള്ള ഭയനിർദ്ദേശം എന്നാണ് നമുക്ക് വിളിക്കുവാനായിട്ട് സാധിച്ചത്. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ഈ ഭാഗം മനഃപൂർവ്വം പാപം ചെയ്യുന്നതിനുള്ള ഭയനിർദ്ദേശം എന്ന് നമുക്ക് വിളിക്കാം. ആ മനഃപൂർവ്വം പാപം ചെയ്യുക എന്ന പ്രയോഗം 26ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അവിടെ നാം വായിക്കുന്നത്, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, മനഃപൂർവ്വം പാപം ചെയ്യുക അല്ലെങ്കിൽ മനഃപൂർവ്വം പാപത്തിൽ തുടരുക, അവർക്കുള്ള ഭയനിർദ്ദേശമാണ് അല്ലെങ്കിൽ വിപൽ പ്രബോധനമാണ് നമുക്ക് ഈ വായിച്ച വേദഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. നാം മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈ എല്ലാ വിപൽ പ്രബോധനങ്ങളും അല്ലെങ്കിൽ മുന്നറിയിപ്പുകളും എഴുത്തുകാരൻ നൽകുമ്പോൾ ആ മുന്നറിയിപ്പിലേക്ക് പ്രവേശിക്കുവാൻ, ആ മുന്നറിയിപ്പ് നൽകുവാൻ
കാരണമാകുന്ന സാഹചര്യവും നാം ശ്രദ്ധിച്ചു. വാസ്തവത്തിൽ ഈ പരമ്പര അല്ലെങ്കിൽ ഈ ഭയനിർദ്ദേശങ്ങൾ എബ്രായലേഖനത്തിൽ നിന്നും എടുക്കുവാനായിട്ട് എൻ്റെ മനസ്സിനെ പ്രേരിപ്പിച്ചത് ആ പശ്ചാത്തലമാണ്. ഏത് പശ്ചാത്തലത്തിലാണ് വിശ്വാസത്യാഗികൾക്ക് ഈ ഭയനിർദ്ദേശം നൽകുന്നത് എന്നുള്ള കാര്യമാണ്. ആദ്യത്തേതിൽ നാം കണ്ടത് ദൈവം അരുളി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നാം അവഗണിക്കരുത്. രണ്ടാമത്തേതിൽ നാം കണ്ട സാഹചര്യം 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മുടെ ധൈര്യവും പ്രത്യാശയും ഒക്കെ മുറുകെ പിടിച്ചുകൊള്ളുവാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഭയനിർദ്ദേശത്തിലേക്ക് എഴുത്തുകാരനെ തിരിച്ചത്. അല്ലെങ്കിൽ പലരും മുറുകെ പിടിക്കാതെ പിന്മാറിപ്പോകുന്ന ചിത്രം താൻ മനസ്സിൽ കണ്ട് അവരോട് പറയുന്ന വാക്കുകളായിട്ട് നാം ശ്രദ്ധിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത് ആ ഭയനിർദ്ദേശം, പിന്മാറിപ്പോകുന്നവർക്കുള്ള ഭയനിർദ്ദേശം നാം കണ്ടത്, അതിൻ്റെ പശ്ചാത്തലം ആ വായനക്കാർ വളരുന്നേയില്ല. വളരെ നാളായി കർത്താവിനെ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ആത്മീയമായി വേണ്ട വളർച്ചയില്ല. അപ്പോൾ ആ വളർച്ചയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ, അതിനെന്ത് ചെയ്യണമെന്നൊക്കെ കാര്യം അവിടെ പറയുമ്പോഴാണ് അവിടുന്ന് അല്പം മാറി വിശ്വാസത്യാഗികൾക്കുള്ള മുന്നറിയിപ്പ് അവിടെ നൽകുന്നതായി നാം കാണുന്നത്. അവിടെ നാം ഓർത്തത് ഇതാണ്, ആ വളർച്ചയെക്കുറിച്ചുള്ള കാര്യം. അവർക്ക് വളർച്ചയില്ലല്ലോ എന്ന് താൻ ചിന്തിച്ചപ്പോൾ ഇനി ജീവൻ തന്നെ ഇല്ലെന്ന് ഇത് തെളിയിക്കുകയാകുമോ എന്നുള്ള ചിന്തയാവാം അവരെ അതിലേക്ക്, അല്ലെങ്കിൽ എഴുത്തുകാരനെ ആ മുന്നറിയിപ്പ് നൽകുന്നതിലേക്ക് തിരിച്ചത്. ഞാൻ ഓർപ്പിച്ചതിൻ്റെ ഇത് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. വിശ്വാസത്യാഗത്തിൻ്റെ ലക്ഷണങ്ങളാവാം ഇതൊക്കെ. ഏതൊക്കെ? അരുളി ചെയ്തത് അവഗണിക്കുക, അതുപോലെ തന്നെ പ്രത്യാശയുടെ ധൈര്യം, തുടങ്ങിയ കാര്യങ്ങൾ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ്, ധൈര്യം, ഇവയൊക്കെ മുറുകെ പിടിക്കാതെ ഇരിക്കുക. അത് മാത്രമല്ല, ആത്മീയമായിട്ടൊരു വളർച്ചയുമില്ലാതെ ഇരിക്കുക. ഇതൊക്കെ ജീവനില്ലെന്നും വാസ്തവമായിട്ടുള്ള മക്കളല്ലെന്നും ഒക്കെ തെളിയിക്കുന്ന കാര്യമായിരിക്കാം. അതുകൊണ്ടാണ് ആ പശ്ചാത്തലത്തിൽ ഇതെത്തിയപ്പോൾ അല്പം ഒരു പാരന്തറ്റിക് പാസേജായിട്ട്, ഒരു പാരന്തസിസ് ആയിട്ട്, അല്ലെങ്കിൽ ബ്രാക്കറ്റിലിട്ടി കാര്യങ്ങൾ അവരെ അറിയിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. ഇതെന്തുകൊണ്ടാണ് പ്രധാനം? ഞാൻ ഓർപ്പിക്കട്ടെ, ഇക്കാലങ്ങളിൽ ഈ ലക്ഷണങ്ങൾ അനവധി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അനുസരണമില്ലായ്മ, കണ്ടിന്യൂവൻസ്, ഒരു കാര്യത്തിൽ തുടരുന്ന, കർത്താവിനെക്കുറിച്ചുള്ള കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന, അഷ്വറൻസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, തന്നെയുമല്ല ആത്മീയമായിട്ടുള്ള വളർച്ചയുടെ അഭാവം, ഇതൊക്കെ നാം ഈ കാലങ്ങളിൽ വളരെ കാണുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നാം ഭയപ്പെടണം. ആ വഴിയിൽ പോകുന്നവർ വാസ്തവമല്ലായിരുന്നു അവരുടെ വിശ്വാസം എന്ന് തെളിയിക്കുകയാണോ? നമുക്കത് വിധിക്കുവാൻ സാധ്യമല്ല. നാം ആവർത്തിച്ച് കേട്ടതുപോലെ ഈ എഴുത്തുകാരനും വായനക്കാരെ വിധിക്കുന്നില്ല, നിങ്ങൾ വിശ്വാസത്യാഗികളാണ് എന്നൊന്നും പറഞ്ഞ് ശാസിക്കുന്നില്ല. എന്നാൽ താൻ ഭയപ്പെടുകയാണ്. ആരെങ്കിലും അത് പ്രൂവ് ചെയ്യുകയാണോ? നാം ഓർത്തതുപോലെ കണ്ടിന്യൂവൻസ് ഈസ് ദ പ്രൂഫ് ഓഫ് റിയാലിറ്റി. അവർ വാസ്തവമാണെന്ന് തുടരുന്നതിലാണ് അവർ തെളിയിക്കേണ്ടത്. അപ്പോൾ തുടരാതെ അവർ വാസ്തവമല്ലെന്ന് തെളിയിക്കുകയാണോ? ആ ഭാരത്തോടെ താൻ ഈ മുന്നറിയിപ്പുകൾ നൽകിയ. അപ്പോൾ ഈ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലം വളരെ പ്രധാനമാണ്. അത് പ്രധാനമായിട്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇന്ന് നാം എടുത്ത ഈ വേദഭാഗത്തിനും പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. നാം നോക്കുക, ഇവിടെ മലയാളം നാം വായിക്കുമ്പോൾ 26-ാം വാക്യം പുതിയൊരു വിഷയത്തിലേക്ക് ലേഖനകാരൻ പോകുന്നത് പോലെ നമുക്ക് തോന്നും. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് പാരന്തറ്റിക് പാസേജ്, മുന്നറിയിപ്പ്, ഭയനിർദ്ദേശം താൻ ആരംഭിക്കുക. എന്നാൽ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ 26-ാം വാക്യം ആരംഭിക്കുന്നത് ഫോർ എന്നുള്ള വാക്കോടെയാണ്. ഫോർ എന്നുള്ള വാക്കോടെ എന്ന് വെച്ചാൽ കാരണം, അല്ലെങ്കിൽ അതുകൊണ്ട് എന്നുള്ള വാക്കോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഇംഗ്ലീഷിൽ മാത്രമല്ല, മൂലഭാഷയിലും ഒരു വാക്ക് അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്നത് മുൻപ് പറഞ്ഞതുമായിട്ട് ബന്ധമുള്ളതാണ്. അതിൻ്റെ പിന്തുടർച്ചയാണെങ്കിൽ എന്താണ് ഈ പറഞ്ഞതിൻ്റെ പശ്ചാത്തലം
എന്താണ് ഈ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്, ഭയനിർദ്ദേശം, വിപൽ പ്രബോധനം വായനക്കാർക്ക് നൽകുവാൻ കാരണമായ ചിന്ത? ഇനി തൊട്ട് മുകളിലുള്ള 2 വാക്യങ്ങൾ നോക്കുക. 24, 25 വാക്യങ്ങൾ. നാം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. എന്നിട്ടാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം തുടങ്ങിയുള്ള കാര്യങ്ങൾ അതിൻ്റെ തുടർച്ചയായി താൻ പറയുന്നത്. അപ്പോൾ ഈ പ്രബോധനം അല്ലെങ്കിൽ ഈ ഭയനിർദ്ദേശം നൽകുവാൻ കാരണമായത് സഭായോഗങ്ങളുടെ കാര്യം, അത് സംബന്ധിച്ച് താൻ 24, 25 വാക്യങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. എന്താണ് താൻ പറഞ്ഞത്? അവിടെ പറഞ്ഞത് സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് പറഞ്ഞ് അങ്ങ് പോവുകയല്ല. താൻ പറയുന്നത് ചിലർ ചെയ്യുന്നത് പോലെ, ചിലർ ചെയ്യുന്നത് പോലെ എന്ന് വെച്ചാൽ ചിലർ യോഗത്തിന് വരുന്നില്ലായിരുന്നു, സഭായോഗങ്ങളെ അലക്ഷ്യമാക്കുകയായിരുന്നു. അവൾ അത് ചെയ്യരുത്, ചിലർ ചെയ്യുന്നത് പോലെ ചെയ്യരുതെന്ന് പറഞ്ഞ് താൻ അവിടെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ആ കാര്യമാണ്, ചിലർ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്ന ചിത്രം തൻ്റെ മുൻപിൽ, അതേക്കുറിച്ചുള്ള ഭാരം തൻ്റെ ഹൃദയത്തിൽ. അപ്പോഴാണ് വിശ്വാസത്യാഗത്തെക്കുറിച്ചുള്ള ഈ വിപൽ പ്രബോധനം അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പ് ഇവിടെ നൽകുന്നതായി നാം കാണുന്നത്. ഈ പശ്ചാത്തലം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ സീരീസിന് ഈ ഭാഗമൊക്കെ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രയാസമുള്ള ഭാഗങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഈ ഭാഗം എടുക്കുവാൻ പ്രധാനപ്പെട്ട കാര്യം ഈ പശ്ചാത്തലമാണ്. ഈ പാരന്തറ്റിക് പാസേജസ്, ഈ മുന്നറിയിപ്പ് നൽകുന്ന ഈ ഭാഗങ്ങൾ പറയുന്നതിന് ഈ എഴുത്തുകാരനെ നയിച്ച ആ ചിന്തകൾ. ആരംഭത്തിൽ അനുസരണക്കേട് താൻ കണ്ടു, ദൈവം അരുളി ചെയ്തു, എന്നാൽ അനുസരണക്കേടിനുള്ള പ്രവണത. രണ്ടാമത്തേത് നാം കണ്ടു കർത്താവിനെ കുറിച്ചുള്ള ആ അഷുറൻസ്, ആ ഉറപ്പ് പിന്തുടരാത്ത അവസ്ഥ. പിന്നെ നാം കണ്ടത് വളർച്ചയേ ഇല്ല. ഇപ്പോൾ ഇവിടെ നാം കാണുന്നത് ചില സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് ഇതുങ്ങളൊക്കെ വിശ്വാസത്യാഗികളാണോ എന്നുള്ള ചിന്ത തനിക്കുണ്ടാകുന്നതും അതിനുള്ള വിപൽ പ്രബോധനം, ഭയനിർദ്ദേശം താൻ നൽകുന്നതും. എന്തിനാണ് ഞാനിത് പറയുന്നത്? ഇതിന് വളരെ റെലവൻസ്, പ്രായോഗികത നമ്മുടെ സമയത്തും ഈ കാലത്തുണ്ട്. ഈ ലക്ഷണങ്ങളൊക്കെ ഇന്നും വളരെ കാണുന്നുണ്ട്. ദൈവവചനത്തിന്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വചനം ദൈവത്തിൽ നിന്നുള്ളതെന്നുള്ള അർത്ഥത്തിൽ, എന്നുള്ള രീതിയിൽ, എന്നുള്ള നിലയിൽ സ്വീകരിക്കാത്ത, പ്രാധാന്യം കൊടുക്കാത്ത അവസ്ഥ, അവഗണന. അതുപോലെ കർത്താവിനെക്കുറിച്ചുള്ള ധൈര്യം വീണ്ടും വണ്ണമില്ലാത്തത്. അത് മാത്രമല്ല, ആത്മീയ വളർച്ച അശേഷമില്ലാത്ത അവസ്ഥ. വർഷങ്ങളേറെയായിട്ടും ശൈശവാവസ്ഥയുടെ ലക്ഷണങ്ങൾ സ്ഥലം സഭകളിൽ വളരെ നാം കാണുന്നു. അത് മാത്രമല്ല, ഇവിടെ നാം കാണുന്നത് പോലെ സഭായോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഒരവസ്ഥ. ഞായറാഴ്ച രാവിലെ എല്ലാവരും ഉണ്ടാവും, എന്നാൽ സഭായോഗം എന്ന് പറയുന്നത് അത് മാത്രമല്ലെന്ന് നാം അറിയുന്നില്ല. സഭയുടെ എല്ലാ കൂടിവരവുകളും അവയ്ക്ക് പ്രാധാന്യം വേണ്ടുവണ്ണമില്ലാത്ത അവസ്ഥ, അതൊക്കെ നാം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സഭായോഗങ്ങളിലെല്ലാം വരുവാൻ നമുക്ക് സാധിക്കുമെന്നൊന്നും അല്ല. പിന്നെ വരാൻ കഴിയാത്തതിന് നാം കൊടുക്കുന്ന കാരണം ദൈവസന്നിധിയിൽ അംഗീകാരയോഗ്യമായിരിക്കും. നാം കൊടുക്കുന്ന എക്സ്ക്യൂസ് കർത്താവിന് അംഗീകാര്യമായിരിക്കണം. നാം ഒരു കാര്യം സഭായോഗങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടത്, അത് കർത്താവ് കൂട്ടിവരുത്തുന്നതാണ്. അത് കർത്താവ് കൂട്ടിവരുത്തുന്നതാണ്. ഈ ആശയം മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. പരിചയമുള്ള വാക്യമാണല്ലോ. അവിടെ നാം വായിക്കുന്നത് 2-3 പേർ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ ഉണ്ട് എന്ന് കർത്താവോട് പറയുകയുണ്ടായി. അവിടെ കൂടി വരുന്നിടത്തൊക്കെയും എന്നാണ് നാം മലയാളത്തിൽ കാണുന്നത്. എന്നാൽ നാം അറിയുന്നത് പോലെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല, അല്പം വ്യത്യാസമുണ്ട്. where 2 or 3 are gathered in my name. Gathered in my name. where 2 or 3 gather in my name എന്നല്ല, പിന്നെ where 2 or 3 are
gathered. They are gathered. അവർ കൂട്ടി വരുത്തപ്പെട്ടതാ. നമുക്ക് കൂടി വരാമെന്ന് പറഞ്ഞ് അങ്ങ് കൂടി വരികയല്ല, അവർ കൂട്ടി വരുത്തപ്പെട്ടതാ. അതൊരു സഭയുടെ ആരംഭത്തെക്കുറിച്ച് മാത്രമല്ല ആപ്ലിക്കേഷൻ, പിന്നെ ഓരോ കൂടിവരവിനെ കുറിച്ച് നമുക്കത് പറയാവുന്നതാണ്. അപ്പോൾ കർത്താവ് കൂട്ടി വരുത്തുക. കർത്താവ് കൂട്ടി വരുത്തുമ്പോൾ നാം ചെന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ക്ഷണത്തെ നാം അവഗണിക്കുക. അങ്ങനെ നോക്കിയാൽ അത് എത്രയോ വലിയ പാപമാണ്, എത്രയോ വലിയ തെറ്റാണ്. അതെ, സഭായോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഈ വായനക്കാരിൽ ചിലർ അത് ചെയ്യുന്നില്ലായിരുന്നു. നിങ്ങൾ ചിലർ ചെയ്യുന്നത് പോലെ അവർ ചിലർ ചെയ്യുന്നില്ലായിരുന്നു. ആ ഭാരമായിരിക്കാം നാം ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്ന ഈ ഭയനിർദ്ദേശത്തിന് കാരണമായി തീർന്നത്. ഞാൻ ഓർപ്പിച്ചത്, ഇന്നും ഇങ്ങനെയുള്ള അവസ്ഥ, ഇങ്ങനെയുള്ള പ്രവണതകൾ സഭകളിലേറെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നാമും ഈ ഇവിടെ കാണുന്ന വിശ്വാസത്യാഗികൾക്ക് കാണുന്ന ഈ ഭയനിർദ്ദേശം പലരിലും ഇന്നും ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. നാം ഇത്രയും ഘട്ടത്തിന് ശേഷം ആ ഭാഗത്തേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇവിടെ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ഇതിന് നാം കൊടുക്കുന്ന തലക്കെട്ട് മനഃപൂർവ്വം പാപം ചെയ്യുന്നവർക്കുള്ള ഭയനിർദ്ദേശം എന്നാണ്. ആ മനഃപൂർവ്വം പാപം ചെയ്യുക എന്നുള്ളത് 26-ാം വാക്യത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, വാസ്തവത്തിൽ മനഃപൂർവ്വം പാപത്തിൽ തുടർന്നാൽ എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നാം ഒന്ന് ഓർക്കേണ്ടത്, ഒരു വിശ്വാസിക്ക് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു ദൈവ പൈതലിന് പാപത്തെ സ്നേഹിച്ച് അതിൽ തുടരുവാൻ സാധ്യമല്ല. നമുക്കതറിയാവുന്നതാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ യോഹന്നാൻ അത് വ്യക്തമായി പറയുന്നത് നാം കാണുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. നോക്കുക, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ആ വിത്ത് എന്ന് പറയുന്നത് ദൈവജീവനെ കാണിക്കുന്നതാവാം, ദൈവ സ്വഭാവത്തെ കാണിക്കുന്നതാവാം. ആ സ്വഭാവം കൊണ്ട്, ആ ജീവൻ കൊണ്ട് നമുക്ക് പാപം ചെയ്യുവാൻ സാധിക്കുകയില്ല. ഒരു ദൈവ പൈതലിന് പാപത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ ഇതാ ചിലർ മനഃപൂർവ്വം പാപത്തിൽ തുടരുന്നു. മനഃപൂർവ്വം പാപം ചെയ്താൽ, ഞാൻ വീണ്ടും വിശദീകരിച്ച ഒരു കാര്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരട്ടെ. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ഈ ഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സഭായോഗത്തെ അവഗണിക്കുന്നതാണ്. ഇവിടെ മനഃപൂർവ്വം പാപം ചെയ്താൽ എന്ന് പറയുന്നത് ഏത് പാപത്തെക്കുറിച്ചാണ് പറയുന്നത്? അത് ലേഖനകാരൻ അവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ ചിലപ്പോൾ നമുക്ക് ഇതിന് മുമ്പ് പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ്. യോഗത്തിന് വരുന്നില്ല, തുടർച്ചയായി യോഗത്തിന് വരുന്നില്ല. ആ നിലയിലും നമുക്ക് മനസ്സിലാക്കാൻ, ചിലപ്പോൾ അതായിരിക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. അത് സാധാരണ പാപമായിട്ടൊന്നും നാം എടുക്കാറില്ല, ഇല്ലേ? എന്നാൽ ദൈവസന്നിധിയിൽ അംഗീകാര്യമല്ലാത്ത എക്സ്ക്യൂസസ്, നാം അത് ഏത് കാരണവും ചൊല്ലി യോഗത്തിന് വരാതിരിക്കുന്ന ആ അവസ്ഥയിൽ തുടരുന്നത് യോഗങ്ങളെ കൂട്ടിവരുത്തുന്ന സഭയുടെ കാന്തനായിട്ടുള്ള കർത്താവിനെ അവഗണിക്കുന്നതാണ്. അത് നിശ്ചയമായും പാപമാണില്ലേ? ഈ ഭാഗത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. ഈ ഭാഗത്ത് മറ്റൊരു പ്രയോഗവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 38-ാം വാക്യം. അവിടെ നാം കാണുന്നത്, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. പിന്മാറുക. അതേ വാക്ക് വീണ്ടും നാം കാണുന്നുണ്ട്. 39-ാം വാക്യം, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്മാറുക. ഇവിടെ തുടർച്ചയായി പാപം ചെയ്യുക, മനഃപൂർവ്വം പാപം ചെയ്യുക എന്ന് പറയുന്നതും ഈ ഭാഗത്ത് തന്നെ പിന്മാറുക എന്ന് പറയുന്നതും ഒരേ ആശയമായിരിക്കാം. ഇതൊരു പര്യായമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്മാറുക. എന്താണ് അവിടെ പിന്മാറുക എന്ന് പറയുന്നത്? ഇതിനു മുമ്പും നാം ചിന്തിച്ചിട്ടുള്ള വാക്കുകളിൽ ഈ പിന്മാറുക എന്നുള്ള വാക്ക് നാം കാണുന്നുണ്ട്. എന്നാൽ മൂലഭാഷയിൽ ഇതൊക്കെ വെവ്വേറെ വാക്കുകളാണ്, എന്നാൽ സമാനാർത്ഥങ്ങളുള്ളതാണ്. ഇതെല്ലാം നാം അർത്ഥമായിട്ട് എടുക്കുന്നത് വിശ്വാസത്യാഗികളെ എടുത്തുകൊണ്ടാണ്. ഇത് വിശ്വാസത്യാഗത്തെ കാണിക്കുന്ന വാക്കുകളാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു വിശ്വാസിക്ക് മനഃപൂർവ്വം പാപത്തിൽ തുടരുവാൻ സാധ്യമല്ല. അതുപോലെ ഈ കാണുന്ന പിന്മാറുന്നവരുടെ കൂട്ടം,
എങ്ങോട്ടാണ് പിന്മാറുന്നത്? നാശത്തിലേക്ക്. അത് ദൈവമക്കളെ കുറിക്കുന്നതല്ല. അതുകൊണ്ടാണ് നാം ഇതൊക്കെ വിശ്വാസത്യാഗികൾ എന്ന് അർത്ഥമെടുക്കുന്നത്. മറ്റൊന്ന് ഓർക്കേണ്ടത്, അല്ല, ഇത് ദൈവമക്കൾ എന്ന് വിശദീകരിക്കുന്നവരുമുണ്ട്. അതിലേക്കൊന്നും നാം പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ഭാഗങ്ങളെല്ലാം വിശ്വാസത്യാഗികൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നാം എടുക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഇവിടെ മനഃപൂർവ്വം പാപം ചെയ്യുക, പാപത്തിൽ തുടരുക എന്ന് പറയുന്നതും ഒടുവിൽ പിന്മാറുക എന്ന് പറയുന്നതും ഒരേ കാര്യത്തെക്കുറിച്ചായിരിക്കാം ലേഖകൻ ഉദ്ദേശിക്കുന്നത്. ആ പിന്മാറുക എന്നുള്ളതിന്റെ അർത്ഥം ഇറ്റ് മീൻസ് ടു സീസ്, ടു ഗിവ് അപ്പ്, ടു സ്റ്റോപ്പ്, ടു അവോയ്ഡ്. അവഗണിക്കുക, നിർത്തുക, അങ്ങ് വിട്ടുകളയുക. ഇതൊക്കെ ചിലപ്പോൾ യോഗത്തിന് വരുന്നതിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയെ കാണിക്കുന്നതാവാം എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. സാഹചര്യങ്ങൾ മാറുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതിൽ നിന്നും പിന്മാറുക, അതാണ് ആ പിന്മാറുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. They are not seen there at all. They ceased from coming. They gave up. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് വേറൊരു നിലയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെ വിശദീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രയോഗമാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവർ വന്നപ്പോൾ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. നോക്കുക, പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ഇത് പത്രോസിനെ കുറിച്ചാ. ഇവിടെ പിൻവാങ്ങി പിരിഞ്ഞു നിന്നു എന്ന് പറയുന്ന ആ പ്രയോഗം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ വാക്ക, പിന്മാറിപ്പോവുക എന്നുള്ള അതേ വാക്ക. പത്രോസ് അന്ത്യോക്യയിൽ ചെന്നു. അന്ത്യോക്യയിലായിരുന്നപ്പോൾ തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ഈ ജാതികളോടൊപ്പം ഭക്ഷിക്കുന്നതിനുമൊക്കെ. എന്നാൽ യെരുശലേമിൽ നിന്ന്, യാക്കോബിന്റെ അടുക്കൽ നിന്നും ചിലർ വന്നു. അത് കണ്ടപ്പോൾ താൻ ഭയപ്പെട്ടു, മനുഷ്യരെ ഭയപ്പെട്ടു, പിൻവാങ്ങി. അത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ താൻ ചെയ്യാൻ തുനിഞ്ഞില്ല. താൻ പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. അവൾ ചെയ്തുകൊണ്ട് വന്നത് സാഹചര്യം മാറിയപ്പോ നിർത്തി. അതേ അർത്ഥം നമുക്ക് ഇവിടെ എടുക്കാം. ഇവിടെ യോഗത്തിന് വരുന്നുണ്ടായിരുന്നു, വചനം കേൾക്കുന്നുണ്ടായിരുന്നു, സന്തോഷം വളരെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവരുണ്ടായിരുന്നു. സാഹചര്യങ്ങൾ മാറി. ചിലപ്പോൾ അത് കഷ്ടതയെ കാണിക്കുന്നതാവാം. കഷ്ടതയിലും ഒരു കാലത്ത് ഈ ഭാഗം നോക്കുമ്പോൾ അവർ ദൃഢമായി നിന്നവരാണ്. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി, അവർ മെല്ലെ പിൻവാങ്ങുവാനായിട്ട് കാരണമായി തീർന്നു. ആ പിൻവാങ്ങൽ കൂടിവരവുകൾക്ക് വരാതെ ഇരുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു പാപങ്ങളുമാവാം. ഇനി ഈ വാക്കുകൾ വിശദീകരിച്ചതിന് ശേഷം ഇവരെക്കുറിച്ച് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 3-4 കാര്യങ്ങൾ നാം കാണുവാനായിട്ട് ആവശ്യമുണ്ട്. ഈ ഭാഗത്ത് ഇവർക്ക് നൽകിയിരിക്കുന്ന വിവരണങ്ങൾ നാം നോക്കുവാൻ ആവശ്യമുണ്ട്. മാത്രമല്ല, ഇവരുടെ ഈ പിന്മാറ്റത്തിന്റെ ഗൗരവം ലേഖനകാരൻ എങ്ങനെ പറയുന്നു എന്ന് നോക്കുവാൻ ആവശ്യമുണ്ട്. അത് തന്നെയുമല്ല, ആ പിന്മാറ്റത്തിന്റെ അപകടം നാം ശ്രദ്ധിക്കണം. പിന്നെ അതിനുള്ള കരുതൽ എന്താണ് ലേഖനകാരൻ പറയുന്നത് എന്നുള്ളതും നാം ഓർക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ആദ്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. ഈ ഭാഗം നോക്കിയാൽ നല്ല വിവരണങ്ങൾ ഇവരെക്കുറിച്ച് പറയുന്നത് നാം കാണുന്നുണ്ട്. ഇവരുടെ നല്ല സ്വഭാവങ്ങൾ, 10 കൂട്ടം കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്നും പറയുവാനായിട്ട് സാധിക്കും. ഒന്നാമത് നോക്കുക, 26-ാം വാക്യം. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, അവർ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചവരായിരുന്നു. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവർ രക്ഷിക്കപ്പെട്ടതല്ലേ? എങ്ങനെ അവരെ വിശ്വാസത്യാഗികൾ എന്ന് പറയുവാൻ സാധിക്കും? വിശ്വാസത്യാഗികൾ എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ വീണ്ടും പറയുന്നില്ല, പല പ്രാവശ്യം നാം കണ്ടത്. അപ്പോൾ ഇവർ രക്ഷിക്കപ്പെട്ടതല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? വ്യക്തമായി പറയുന്നു, സത്യത്തിന്റെ പരിജ്ഞാനം അവർക്ക് ലഭിച്ചു. നാം ഒരു കാര്യം ഓർക്കേണ്ടത്, രക്ഷണ്യ വിശ്വാസത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ജ്ഞാനം അല്ലെങ്കിൽ പരിജ്ഞാനം. 2 ആ ജ്ഞാനം സത്യമെന്നുള്ള അംഗീകരണം. അറിവ് ആവശ്യമാ, അല്ലെങ്കിൽ പരിജ്ഞാനം ആവശ്യമാ, അതിൻ്റെ അംഗീകരണം ആവശ്യമാ. അംഗീകരണം മാത്രമല്ല, ഒരു സമർപ്പണവും ആവശ്യമാണ്.
ആ സത്യത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നത്. അപ്പോൾ സത്യത്തിൻ്റെ അറിവ് ആവശ്യമാ, സത്യത്തിൻ്റെ അംഗീകരണം ആവശ്യമാ, സത്യത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാനും ആവശ്യമുണ്ട്. ഈ 3 കാര്യങ്ങളും ചേർത്തതാണ് രക്ഷണ്യ വിശ്വാസം. അറിവ് അതിൻ്റെ ആരംഭമാണ്. ഇവിടെ പരിജ്ഞാനം ലഭിച്ച ശേഷം അവർക്ക് സത്യത്തിന്റെ പരിജ്ഞാനം അവർക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ലേഖനകാരൻ ഇതിന്റെ ആദ്യത്തെ പടിയായിരിക്കാം ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തതും മൂന്നാമത്തതും പടിയിലേക്ക് അവർ കടന്നു വന്നില്ലായിരിക്കാം. ഈ അടിസ്ഥാന കാര്യം അവർക്കുണ്ടായി, എന്നാൽ മുൻപോട്ട് ഗമിച്ചില്ല. എന്തായാലും അവിടെ പറയുന്നത് അവർ സത്യത്തിന്റെ പരിജ്ഞാനം അവർക്ക് ലഭിച്ചു. They received the knowledge of the truth. രണ്ടാമത് അവരെക്കുറിച്ച് പറയുന്നത് 29-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. ഇതിനു മുൻപ് പറഞ്ഞ കാര്യത്തെക്കാളിലും വളരെ പ്രധാനപ്പെട്ടതാ. അവിടെ നാം കാണുന്നത് ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കുകയും ചെയ്യുക. തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തം. ഇത് വിശദീകരിക്കുവാനായിട്ട് അല്പം പ്രയാസമാ. വിശ്വാസത്യാഗികൾ എന്ന് പറയുമ്പോൾ അവർക്ക് വിശുദ്ധീകരണം ലഭിച്ചു എന്ന് ഇവിടെ പറയുന്നുവല്ലോ. അത് ഏതർത്ഥത്തിൽ നാം മനസ്സിലാക്കണം? നാം പല വേദപഠിതാക്കളുടെ എഴുത്തുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇവിടെ തന്നെ വിശുദ്ധീകരിച്ച എന്ന് പറയുന്നത് ഈ വിശ്വാസികളുടെ കാര്യമല്ല. ആ തന്നെ പ്രയോഗം കർത്താവിനെ കുറിക്കുന്നതാണെന്നൊരു വിശദീകരണമുണ്ട്. പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു വിശദീകരണമാണത്. ഇവിടെ തന്നെ വിശുദ്ധീകരിച്ച എന്ന് പറഞ്ഞത് ആ വ്യക്തികളെ അല്ലെങ്കിൽ ഈ വിശ്വാസത്യാഗികളെ വിശുദ്ധീകരിച്ച കാര്യമല്ല. ആ തന്നെ പ്രയോഗം ക്രിസ്തുവിനെ കാണിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഇംഗ്ലീഷൊക്കെ വായിച്ച ചില തർജ്ജമകളിൽ ആ അർത്ഥം നമുക്ക് നിഴലിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ വിശുദ്ധീകരിച്ച. അപ്പൊ ക്രിസ്തുവിനെ വിശുദ്ധീകരിച്ച എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ക്രിസ്തു താൻ രക്തം ചിന്തി, താൻ നമ്മുടെ രക്ഷകനായി തീർന്നു. ക്രൂശിലെ കഷ്ടതയാൽ അവൻ നമ്മുടെ രക്ഷകനാകുവാനുള്ള തികവ് തനിക്ക് ലഭിച്ചു. എബ്രായലേഖനം 2-ാം അധ്യായത്തിലൊക്കെ നാം കാണുന്നുണ്ട് ആ രക്ഷാനായകനെ തികഞ്ഞവനാക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ അവന് രക്ഷകനാകുവാൻ തികവ് ലഭിച്ചത് കഷ്ടതയാലാണ്, രക്തം ചൊരിഞ്ഞതിനാലാണ്, വീണ്ടെടുപ്പിന്റെ വേല നിമിത്തമാണ്. അപ്പോ ആ രക്ഷകൻ എന്നുള്ള നിലയിൽ തന്നെ വേർതിരിച്ച സംഗതിയായിരുന്നു അത്. വിശുദ്ധീകരണം എന്ന വാക്കിന് വേർതിരിക്കുക എന്നും അർത്ഥമുണ്ടല്ലോ. ആ ക്രിയക്കായി അവൻ വേർതിരിക്കപ്പെട്ടു. എന്തിനാൽ? താൻ അനുഭവിച്ച കഷ്ടം, ആ രക്തച്ചൊരിച്ചിൽ. അപ്പോൾ ആ നിലയിൽ അത് കർത്താവിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. എന്നാൽ ഇത് ഈ വിശ്വാസത്യാഗികളെ സംബന്ധിച്ചും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, പ്രായോഗികമാക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ആ വിശുദ്ധീകരണം പാപത്തിൽ നിന്നുള്ള വിശുദ്ധീകരണം എന്നല്ല, പിന്നെ ആ സാമൂഹികമായിട്ടുള്ള ഒരു സെറ്റപ്പാർട്ട്, മറ്റുള്ളവരുടെ കണ്ണിൽ താൻ ഇവരോടൊപ്പം എന്നുള്ള ആ ചിന്ത മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എന്നുള്ള നിലയിൽ നമുക്ക് അതെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ആ 2 വിശദീകരണങ്ങളിലും ആദ്യത്തേതാണ് കൂടുതൽ പേരും സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല കൂടുതൽ യുക്തമായിട്ടുള്ളത് അത് തന്നെയായിരിക്കും. ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതാണത്, തന്നെ വിശുദ്ധീകരിച്ച. എന്നാൽ അത് ഈ വ്യക്തിയെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ ആ നിലയിലും എടുക്കാവുന്നതാണ്. അത് വിശദീകരിക്കുവാൻ കഴിയാത്തതല്ല. തനിക്ക് ലഭിച്ച സോഷ്യലായിട്ടുള്ള ആ അംഗീകരണത്തെ അത് കാണിക്കുന്നതാണ്. പൊതുവരുത്തിയർ 7-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെയും മക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ കാര്യം ആ നിലയിൽ പറയുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് നാം കാണുന്നത് 32-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് അവർ പ്രകാശനം ലഭിച്ചവരായിരുന്നു. അവർക്ക് പ്രകാശനം ലഭിച്ചു, ഇല്യൂമിനേറ്റഡ്. അതിൻ്റെ അർത്ഥം അവർ രക്ഷിക്കപ്പെട്ടു എന്നാകണമെന്നില്ല. ഈ വാക്ക് നാം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. ഈ വിശ്വാസത്യാഗികളെ സംബന്ധിച്ചിടത്തോളം വെളിച്ചം അവർക്ക് ലഭിച്ചു. എന്നാൽ ലഭിച്ച വെളിച്ചത്തിനനുസരിച്ച് അവരുടെ പാദങ്ങൾ മുൻപോട്ട് വെച്ചില്ല. എന്നാൽ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അതേ വാക്യം തന്നെ നാം നോക്കുമ്പോൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളും പീഡകളും ഒക്കെ അവർ അനുഭവിക്കുന്നതും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കൂത്തുകാഴ്ചയാകുന്നതും ഒക്കെ നാം കാണുന്നുണ്ട്. വിശ്വാസികളോടൊപ്പം ആയിരുന്നതിന്റെ കഷ്ടതകൾ അവർ അനുഭവിച്ചതായി നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല
ആ വക അനുഭവിക്കുന്നവർക്ക് അവർ കൂട്ടാളികളായി തീർന്നു. അത് തന്നെയുമല്ല, ഇത്തരം കഷ്ടങ്ങളിൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലത്ത് അവർ വളരെ പോരാട്ടം കഴിച്ചു. തടവുകാരോടവർ അവരോട് കൂടെ കഷ്ടത അനുഭവിച്ചു. 34 വാക്യം. തുടർന്ന് താഴേക്ക് വായിക്കുമ്പോൾ സമ്പത്തുകളുടെ അപഹാരവും അവർ അനുഭവിച്ചു. 34 വാക്യത്തിന്റെ അവസാന ഭാഗം. തുടർന്ന് താഴേക്ക് വായിക്കുമ്പോൾ അവർക്ക് നല്ല ധൈര്യമുണ്ടായിരുന്നുവെന്ന് ഒരു കാലത്തുണ്ടായിരുന്നുവെന്ന് പറയുന്നതായി നാം കാണുന്നുണ്ട്. അങ്ങനെ താഴേക്ക് വായിക്കുമ്പോൾ പല കാര്യങ്ങൾ, നല്ല 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 ഗുണങ്ങൾ, വിവരണങ്ങൾ അവരെക്കുറിച്ച് പറയുന്നു. മാത്രമല്ല ജീവരക്ഷ, 39 വാക്യത്തിൽ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ പ്രാപിക്കുന്ന കാര്യവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ ഈ വ്യക്തികളെ കുറിച്ച്, ആരെക്കുറിച്ച് ഇവിടെ എഴുതിയോ അവരെ കുറിച്ച് പറയുന്നതായി നാം കാണുന്നുണ്ട്. പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: സത്യത്തിന്റെ പരിജ്ഞാനം അവർക്ക് ലഭിച്ചു, മാത്രമല്ല പ്രകാശനം ലഭിച്ചു, വളരെ കഷ്ടത അനുഭവിച്ചു, കഷ്ടപ്പെടുന്നവരോട് കൂടെ അവരും കഷ്ടപ്പെട്ടു, മാത്രമല്ല വസ്തുവകകളുടെ ഒക്കെ വളരെ നഷ്ടം വിശ്വാസം നിമിത്തം ഉണ്ടാകുവാനായിട്ട് ഇടയായി. ഒരു കാലത്ത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നത് പോലെയൊക്കെ അവർ പ്രദർശിപ്പിച്ചു, പുറമേ അവർ കാട്ടി. എന്നാൽ അത്രയും വന്നതിന് ശേഷവും പിന്മാറിപ്പോയാൽ അവരെ കുറിച്ച് പറയുവാൻ സാധിക്കുന്നത് വിശ്വാസത്യാഗികളെന്ന, അല്ലെങ്കിൽ ഇത്രയും നാളി അനുഭവിച്ചതിനൊക്കെ ഒരു വിലയില്ലാത്ത അവസ്ഥ, ഇതൊക്കെ പുറമേ കാട്ടിയതായിരുന്നു, വാസ്തവികതയില്ല. അവൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വിവരണങ്ങളൊക്കെ അവരെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ളതും ചിലപ്പോ വിശ്വാസത്യാഗികളെന്ന് തെളിയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എപ്പോഴും ഓർക്കുക, കണ്ടിന്യൂവൻസ് ഈസ് ദ പ്രൂഫ് ഓഫ് റിയാലിറ്റി. ഒരു കാര്യത്തിൽ തുടരുന്നതാണ് വാസ്തവികതയുടെ ലക്ഷണം. വളരെ മുൻപോട്ട് ഈ അനുഭവങ്ങളിലൊക്കെ എത്തിയിട്ടും പിന്നെ തുടർന്നില്ലെങ്കിൽ വാസ്തവമല്ലെന്ന് നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തെളിയിക്കുക. ഈ അടുത്തതായിട്ട് നോക്കുക, ഈ പിന്മാറിപ്പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ മനഃപൂർവ്വം പാപം ചെയ്യുന്നതിൻ്റെ ഗൗരവം ഒന്ന് നോക്കുക. 29 വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നു. 29 വാക്യത്തിൽ നാം കാണുന്നത്, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ. നോക്കുക, ഈ വായനക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയുമൊക്കെ ആയിട്ടും പിൻപോട്ട് പോകുന്നവരെ കുറിച്ചാണ് പറയുന്നത്, പിന്മാറി പോകുന്നവരെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? 3 കാര്യങ്ങൾ അവിടെ നാം കാണുന്നുണ്ട്. ദൈവപുത്രനെ ചവിട്ടിക്കളയുക, 2 വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുക, 3 കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. ഈ ഭാഗം നാം നോക്കിയാൽ തൃത്വത്തിലെ 3 വ്യക്തികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവപുത്രൻ, ആ ദൈവം, അവിടെ നാം നോക്കുമ്പോൾ പിതാവിനെ നമുക്ക് അവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നു. ആ കർത്താവിനെ കുറിച്ചാണ് ദൈവപുത്രൻ എന്ന് പറയുന്നത്. ദൈവപുത്രൻ എന്നുള്ള പ്രയോഗം ഈ ലേഖനത്തിൽ ഇവിടെ ഏറ്റവും ഒടുവിലായിട്ട് വരുന്നതാണ്. എന്നാൽ അവിടെ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ആ ദൈവം എന്നുള്ള പ്രയോഗം പിതാവിനെ കാണിക്കുന്നതാണല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുക എന്ന് പറയുമ്പോൾ പിതാവിനെ അവഗണിക്കുക. കാരണം ദൈവപുത്രൻ പിതാവിന്റെ ദാനമാണ്. അപ്പോൾ അത് പിതാവിനോടുള്ള നിന്ദയാണ്. അപ്പോൾ ആ നിലയിൽ പിതാവിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കുന്നു. ആ നിയമത്തിന്റെ രക്തം, അത് കർത്താവിനെയാണല്ലോ കാണിക്കുന്നത്. അതിനെ മലിനമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കർത്താവിന്റെ നിരാകരണമാണ്. അത് തന്നെയുമല്ല, പിന്നെ കൃപയുടെ ആത്മാവിനെ നാം അവിടെ കാണുന്നു. അത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അവഗണിക്കുന്ന, നിരാകരിക്കുന്ന അവസ്ഥ നാം കാണുന്നു. മറ്റൊരു നിലയിൽ നമുക്ക് ഈ പാപത്തെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. നോക്കുക, ദൈവപുത്രനെ നിരാകരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവപുത്രൻ ദൈവത്വത്തെ കാണിക്കുന്നതാണ്. ഇറ്റ് ഷോസ് ദി ഡിനയൽ ഓഫ് ഹിസ് ഡിയറ്റി, ഡിനയൽ ഓഫ് ഹിസ് പേഴ്സൺ, അവന്റെ വ്യക്തിത്വത്തിന്റെ നിരാകരണം. മാത്രമല്ല, ആ രക്തത്തെ മലിനമെന്ന് വിചാരിക്കുന്നത്, രക്തം അവന്റെ പ്രവൃത്തികളെ കാണിക്കുന്നതാണ്. അവന്റെ വേലയുടെ നിരാകരണം, വ്യക്തിത്വം, വേല. മൂന്നാമത്തെ നാം കാണുന്നത് കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുക. ആത്മാവാണ് ആ വേല ഒരു വ്യക്തിയിൽ കൊണ്ടുവരുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷനെയും നിരാകരിക്കുക. നോക്കുക, വ്യക്തിത്വം,
മാത്രമല്ല കർത്താവിന്റെ പ്രവൃത്തി തന്നെയുമല്ല, ആ കർത്താവിന്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെയും നിരാകരിക്കുക. The person of Christ, the work of Christ and the application of Christ into our lives, all these are denied. അവരുടെ പാപത്തിന്റെ ഗൗരവമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയും അവിടെ വിട്ട് വീണ്ടും മുൻപോട്ട് പോകാം. ഇവരുടെ ഈ ക്രിയയുടെ അല്ലെങ്കിൽ ഈ പാപത്തിന്റെ അപകടമൊന്ന്, ആ പാപത്തിലെ അപകടത്തെ ഒന്ന് നോക്കുക. 26, 27, അതുപോലെ 31, 38 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. 26-ാം വാക്യത്തിൽ നാം കാണുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരു യാഗവുമില്ല, അല്ലെങ്കിൽ മറ്റൊരു രക്ഷാമാർഗമില്ല. ഇവരൊക്കെ പോയുന്നത് യഹൂദ മതത്തിന്റെ ആ ആചാരങ്ങളിലേക്കായിരുന്നുവല്ലോ അവർ പിന്തിരിഞ്ഞു പോയത്. ആ യഹൂദ മതത്തിന്റെ ആചാരങ്ങൾ AD 70 വരെയും അവരുടെ യാഗങ്ങളൊക്കെ തുടർന്നിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ യാഗം ഏകയാഗമാണ്, അതിന്റെ ആവർത്തിയില്ല. അവൻ ഒരിക്കലായി മരിച്ചു. ആ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്, ഇനി ക്രിസ്തു മരിക്കുവാൻ പോകുന്നില്ല, ഏകയാഗം. യഹൂദ മതത്തിൽ പല യാഗങ്ങൾ തുടരുന്നു, എന്നാൽ ഇവിടെ അതിലില്ല, വേറൊരു യാഗമില്ല. അത് തന്നെയുമല്ല, 27-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, എതിരികളെ ദഹിപ്പിപ്പാനുള്ള ക്രോധാഗ്നിയേ ഉള്ളൂ. ആ പ്രയോഗം നിശ്ചയമായിട്ടും ഇവർ ദൈവമക്കളല്ല എന്നുള്ളതിനെ കാണിക്കുന്നതാണ്. കാരണം എതിരികളെ ദഹിപ്പിപ്പാനുള്ള, എതിരികളെ ദഹിപ്പിപ്പാനുള്ള എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 31-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അത് തന്നെയുമല്ല, 38-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ പ്രസാദമില്ല എന്നുള്ള കാര്യമാണ്. പ്രസാദമില്ല എന്നുള്ള കാര്യമാണ്. എന്നാൽ ഒടുവിലായിട്ട് 39-ാം വാക്യം നോക്കുമ്പോൾ അവിടെ വീണ്ടും എഴുത്തുകാരൻ ഇവർ വിശ്വാസത്യാഗികളെന്ന് മുദ്രയടിക്കുകയല്ല. അവർ വിശ്വാസത്യാഗികളെന്ന് അവർ ജീവിതത്തിലൂടെ തെളിയിക്കാതെ, അവർ ജീവിതത്തിലൂടെ കാട്ടാതെ ശരിയായ പാതയിലേക്ക് വരണമെന്നുള്ളതാണ് തന്റെ ആഗ്രഹം. അതുകൊണ്ട് താൻ പറയുക, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, അല്ലെങ്കിൽ നാം വിശ്വാസത്യാഗികളല്ല, പിന്നെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ എന്ന് താൻ അവിടെ ആശിക്കുക. അത് തെളിയിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുക. 11-ാം അധ്യായം അതിന്റെ വിശദീകരണമാണല്ലോ, അതിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ കണ്ടത് ഇവരുടെ വലിയ പാപം, എന്നാൽ അവരെ കുറിച്ചുണ്ടായിരുന്ന നല്ല അവരുടെ കഴിഞ്ഞ കാലത്തു നിന്നുള്ള അവരെ കുറിച്ചുള്ള നല്ല വിവരണങ്ങൾ, അത് തന്നെയുമല്ല അവരുടെ പാപത്തിന്റെ ഗൗരവം, അത് തന്നെയുമല്ല അതിന്റെ അപകടം. അത് മാത്രമല്ല, മറ്റൊരു കാര്യവും നമുക്കിവിടെ ശ്രദ്ധിക്കുവാനായിട്ടുണ്ട്. ഇവർക്ക് എഴുതുമ്പോൾ അവർ മുൻപോട്ട് പോകുവാൻ അവർക്ക് ഉത്സാഹമായി, പ്രോത്സാഹനമായി ചില ഉപദേശങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണത്? 4 പ്രയോഗങ്ങൾ അവിടെ ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. വിശദീകരിക്കുവാൻ ആവശ്യമുള്ളതല്ല. നാം അവിടെ നാം നോക്കുമ്പോൾ 32-ാം വാക്യം നോക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, മലയാളത്തിൽ അത് 33-ന്റെ അവസാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. റിമെമ്പർ, പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. പിന്നീട് നാം വീണ്ടും താഴേക്ക് വരുമ്പോ 35-ന്റെ അവസാനം, നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഡു നോട്ട് കാസ്റ്റ് അവേ യുവർ കോൺഫിഡൻസ്. പിന്നീട് 36-ന്റെ അവസാനം നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സഹിഷ്ണുതയെ കുറിച്ചാണ്. നിങ്ങൾക്ക് ആവശ്യം സഹിഷ്ണുതയാണ്, തുടരണം. എൻഡ്യൂറൻസ് ഓർ കണ്ടിന്യൂ. പിന്നെ ഒടുവിലായിട്ട് 38-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസം ആവശ്യമാണ്. ഇത് ഹബക്കുക്ക് 2:4 അതിൽ നിന്നുള്ള ഉദ്ധരണിയാണെന്നും, അതുപോലെ റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഈ ഉദ്ധരണി ഉണ്ടെന്നും, ഈ 3 ലേഖനങ്ങൾ ഈ ഒരു വാക്യത്തിന്റെ വിശദീകരണങ്ങളാണെന്നും ഞാൻ പറയുവാനായിട്ട് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് അവരോട് അവർ പിന്മാറിപ്പോയി, അവർ വിശ്വാസത്യാഗികളെന്ന് തെളിയിക്കാതെ മുൻപോട്ട് അവർ വാസ്തവമാണെന്ന് തെളിയിക്കുവാനായിട്ട് പ്രോത്സാഹനമായി അവർക്ക് നൽകുന്ന ഉപദേശം.
കെയർ ഫ്രം ഡ്രോയിങ് ബാക്ക് ഓർ കെയർ ഫ്രം സിന്നിങ് വിൽഫുള്ളി. അതെന്താണ്? റിമെമ്പർ. നിങ്ങളുടെ പൂർവ്വകാലം ഓർക്കുക. പഴയ നിയമവും പുതിയ നിയമവും വായിക്കുമ്പോൾ ഈ പ്രയോഗം എത്രയോ നാം കാണുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻ ടു റിമെമ്പർ, ഓർക്കുവാൻ, നമ്മുടെ ആരംഭത്തെ ഓർക്കുവാനുള്ള ഉപദേശം. നാം ആവർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ മോശ പുതിയ തലമുറയോട് പ്രോത്സാഹിപ്പിച്ച് കർത്താവിലുള്ള ആശ്രയത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് പറയുമ്പോൾ എത്രയോ പ്രാവശ്യമാണ് അവിടെ റിമെമ്പർ എന്നുള്ള പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റിമെമ്പർ, ദൈവം ചെയ്തതും അതുപോലെ അവരുടെ ആ മരുഭൂമിയിലെ അനുഭവങ്ങളും ഒക്കെ താൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ പഴയ അവസ്ഥ നാം മറക്കുമ്പോൾ പഴയതിലേക്ക് തിരിഞ്ഞു പോകുവാനുള്ള അവസ്ഥയിലേക്ക് നാം, വഴിയിലേക്കാണ് നാം എന്നുള്ളത് ഓർക്കേണ്ടതാണ്. നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സഭകളോട് പറയുമ്പോൾ അവിടെയും നമുക്ക് ഈ പ്രയോഗം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എഫെസോസ് സഭയോടും സർദീസ് സഭയോടും ഒക്കെ കർത്താവ് പറയുന്നത് നാം കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2:5, 3:3 ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. റിമെമ്പർ, നീ എവിടെ നിന്ന് വീണിരിക്കുന്നു എന്ന് നീ ഓർക്കുക. നാം മറക്കുന്നവരാകരുത്. നാം എങ്ങനെ ആരംഭിച്ചു എന്ന് നാം ഓർക്കണം. എങ്ങനെ ആരംഭിച്ചു എന്ന് ഓർക്കുമ്പോൾ മാത്രമേ എങ്ങനെ ആരംഭിച്ചു ആ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആ പ്രേരണ ഉണ്ടാവുകയുള്ളൂ. കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് ഇതോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു നിർദ്ദേശം കൊലോസിയർക്ക് താൻ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ആ 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നത്, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. നോക്കുക, കൈക്കൊണ്ടതുപോലെ എന്ന് വെച്ചാൽ നിങ്ങൾ ആരംഭിച്ചതുപോലെ. അതെങ്ങനെയാണെന്ന് മനസ്സിൽ വരണമെങ്കിൽ ഓർക്കണം. വി ഹാവ് ടു റിമെമ്പർ ദാറ്റ്. കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കണം. എങ്ങനെ ആരംഭിച്ചോ അങ്ങനെ തുടരണം. നാം വ്യതിയാനം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ബാക്ക് ടു ദ റൈറ്റ് സ്റ്റെപ്സ്, ഹൗ വി ബിഗാൻ. നാം എങ്ങനെ ആരംഭിച്ചോ അതിലേക്ക് നാം മടങ്ങി വരണം. ഇത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ റിമെമ്പർ എന്നുള്ള പ്രയോഗം ഇതൊക്കെ നമ്മെ അറിയിക്കുന്നതാണ്. അത് മാത്രമല്ല, ഓർത്താൽ മാത്രം പോരാ, പിന്നെ കീപ്, ഡു നോട്ട് കാസ്റ്റ് അവേ യുവർ കോൺഫിഡൻസ് വിച്ച് ഹാസ് ഗ്രേറ്റ് റിവാർഡ്. വളരെ പ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം നാം തള്ളിക്കളയരുത്. കർത്താവിലുള്ള ധൈര്യം, ഭാവിയെക്കുറിച്ചുള്ള ധൈര്യം, ദൈവത്തെക്കുറിച്ചുള്ള ധൈര്യം, ഇത് നാം തള്ളിക്കളയരുത്. ഡു നോട്ട് കാസ്റ്റ് അവേ. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഈ വിശ്വാസികൾക്ക് ഈ ഭയനിർദ്ദേശം നൽകുവാൻ കാരണം ചിലരൊക്കെ യോഗത്തിന് വരാതെ ഇരിക്കുന്നു. അവരെ ഇപ്പൊ കാണുന്നില്ല. അവർക്കുണ്ടായിരുന്ന ധൈര്യമൊക്കെ തള്ളിക്കളയുമ്പോഴാണ് ആ അവസ്ഥയിൽ എത്തുന്നത്. ഇതിന്റെയൊക്കെ പുറകെ പോയിട്ട് കാര്യമില്ല, ഗുണമില്ല, ഇതൊക്കെ ചുമ്മാതാ എന്നുള്ള ചിന്ത. അതുകൊണ്ടാണ് പറഞ്ഞത് തള്ളിക്കളയരുത്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് നാം ചിന്തിക്കുകയില്ലേ? അവിടെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ വിശ്വാസത്യാഗികളെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. എന്നാൽ ചിലപ്പോ ചില കാര്യങ്ങളിലൊക്കെ നാം നിരാശപ്പെടുന്ന, ഉദാഹരണത്തിന് പ്രാർത്ഥനയിൽ മടുത്തു പോകരുതെന്ന് നാം കാണുന്നുണ്ട്. ചിലപ്പോൾ മടുത്തു പോകാം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിനെല്ലാം അറിയാമല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ ശ്രദ്ധയിൽ വരാം, നമ്മുടെ ചിന്തയിൽ വരാം. അവിടെ നാം ധൈര്യം നഷ്ടപ്പെടുത്തുകയാണ്. കാസ്റ്റിംഗ് അവേ, തള്ളിക്കളയുക. ആത്മീയ ജീവിതത്തിൽ കർത്താവ് തന്നിട്ടുള്ളതെന്ന് തള്ളിക്കളയാതെ സൂക്ഷിക്കുവാൻ ഏറെ ആവശ്യമുണ്ട്. കർത്താവിനെ കുറിച്ചുള്ള ധൈര്യം, ആത്മീയമായിട്ടുള്ള ആ ചിന്താഗതികൾ, ഇവയെ നാം തള്ളിക്കളയാതെ തുടരുവാൻ ആവശ്യമുണ്ട്. നാം തള്ളിക്കളയുകയാണെങ്കിൽ നാം ഓർക്കേണ്ടത് ഡു നോട്ട് കാസ്റ്റ് അവേ എന്നുള്ള ആ പ്രയോഗം ഒരു വിൽഫുൾ ഡിസിഷൻ ആണ്, ഒരു കോൺഷ്യസ് ഡിസിഷൻ അവരെടുക്കുന്നതാണ്. അബദ്ധത്തിൽപ്പെടുന്നതല്ല, പിന്നെ ചിന്തിച്ച് തള്ളിക്കളയുന്നതാണ്. ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമ്പോൾ വി ആർ റെസ്പോൺസിബിൾ. മറ്റാരെയും നമുക്ക് കുറ്റം പറയുവാൻ സാധ്യമല്ല. വി ആർ ഡൂയിങ് ഇറ്റ്. സോ ഡു നോട്ട് കാസ്റ്റ് അവേ യുവർ കോൺഫിഡൻസ്.
അത് തന്നെയല്ല, യു ഹാവ് നീഡ് ഓഫ് എൻഡ്യൂറൻസ്. സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. പരിശുദ്ധാത്മാവിന്റെ സഹായം അതിന് വളരെ ആവശ്യമാണ്. ഞാൻ ഓർപ്പിച്ചുവല്ലോ, കണ്ടിന്യൂവൻസി ഈസ് ദ പ്രൂഫ് ഓഫ് റിയാലിറ്റി. ആ കണ്ടിന്യൂവൻസ് ഉണ്ടാവണമെങ്കിൽ സഹിഷ്ണുത ആവശ്യമാണ്. എൻഡ്യൂറൻസ്, പേഷ്യൻസ്, ലോങ് സഫറിങ്. ഇത് ആത്മാവിന്റെ ഫലത്തിലെ ഐറ്റമാ. പരിശുദ്ധാത്മാവ് നമ്മിൽ അത് പുറപ്പെടുവിക്കണം. വിശ്വാസത്യാഗികളിൽ അവനില്ല. അവർക്കിത് അസാധ്യം. സാഹചര്യങ്ങളുടെ വ്യത്യാസത്തിൽ അവർ വിട്ടുപോകും. അതാണല്ലോ ആ പിന്തിരിഞ്ഞു പോവുക എന്നുള്ള വാക്ക് ഞാൻ വിശദീകരിച്ചു, പിന്മാറിപ്പോവുക എന്നുള്ള വാക്ക് ഞാൻ വിശദീകരിച്ചു. നല്ലത് മാത്രം പോരാ. ഒടുവിൽ നാം കണ്ടത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്താ വിശ്വാസം? നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ചില കാര്യങ്ങൾ, ചില വാക്കുകൾ, നാം എപ്പോഴും ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ആ അർത്ഥമൊക്കെ അറിയാമെന്ന് ചിന്തിക്കുന്ന ഒരു വാക്ക്, ചില വാക്കുകൾ നാം അർത്ഥത്തിനായിട്ട് ഒന്ന് ചിന്തിക്കുമ്പോൾ വളരെ പരതുവാനായിട്ട് ഇടയായിത്തീരും. അത് അറിയില്ലല്ലോ എന്ന് അപ്പോഴാണ് ഓർക്കുന്നത്. അങ്ങനെയുള്ള വാക്കുകളിലൊന്നാണ് വിശ്വാസം. ഞാൻ സാധാരണ വിശ്വാസത്തെ വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷണ്യ വിശ്വാസത്തെ, യഥാർത്ഥമായിട്ടുള്ള വിശ്വാസത്തെ വിശദീകരിക്കുന്നത്, ഫെയ്ത്ത് ഈസ് എ സറണ്ടർ. വിശ്വാസം ഒരു സമർപ്പണമാണ്. ആൻഡ് ഇൻക്രീസിങ് ഇൻ ഫെയ്ത്ത് ഈസ് ഇൻക്രീസ് ഇൻ സറണ്ടർ. വിശ്വാസത്തിൽ വളരുക എന്ന് പറയുന്നത് ആ സമർപ്പണത്തിൽ വർദ്ധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനിടയ്ക്ക് ഞാൻ വിശ്വാസത്തിന്റെ 3 ഘടകങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. ഒന്നാമത്തേത് പരിജ്ഞാനം. ആ പരിജ്ഞാനം എന്നുള്ള വാക്ക് വിശദീകരിച്ചപ്പോഴാണ് അത് ഓർപ്പിച്ചത്. പരിജ്ഞാനം അല്ലെങ്കിൽ അറിവ്, സത്യത്തെക്കുറിച്ചുള്ള അറിവ്. 2, സത്യത്തിന് നമ്മെ തന്നെ സത്യത്തിന്റെ അംഗീകരണം. രണ്ടാമത്തേത് സത്യത്തിന്റെ അംഗീകരണം, അറിവ്, അംഗീകരണം. മൂന്നാമത്തേത് ആ അംഗീകരിച്ച സത്യത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുന്നത്, സമർപ്പണം. ആ 3ാമത്തെ പടിയാണ് യഥാർത്ഥ വിശ്വാസം. ആ 3ാമത്തെ പടിയിൽ വരുമ്പോഴാണ് രക്ഷണ്യ വിശ്വാസമാകുന്നത്, ക്രിസ്തീയ വിശ്വാസമാകുന്നത്. ആ 3ാമത്തെ പടി എന്ന് പറയുന്നത് സമർപ്പണമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ വിശ്വാസം, രക്ഷണ്യ വിശ്വാസം, വളരുന്ന വിശ്വാസം, ജീവനുള്ള വിശ്വാസം ഒരു സമർപ്പണമാണെന്ന് പറയുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രിയമുള്ളവരെ, 11ാം അധ്യായത്തിൽ അങ്ങനെ ജീവിച്ച അനേകരുടെ പട്ടിക നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇതും അവിടെ എഴുതി ചേർക്കുവാൻ ഇടവന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ അവർക്ക് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായി, അതവർ അംഗീകരിച്ചു, അതിനവർ സമർപ്പിച്ചു. ഓരോരുത്തരെയും എടുത്ത് നോക്കുക. ഈ 3 ഘടകങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇന്ന് നാം ചിന്തിച്ചത് 4ാമത്തെ ഭയനിർദ്ദേശമാണ്. എബ്രായ ലേഖനത്തിലെ 4ാമത്തെ ഭയനിർദ്ദേശമാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർത്തത്. അതിന് നാം പേര് നൽകിയത്, തലക്കെട്ട് നൽകിയത്, മനഃപൂർവ്വം പാപം ചെയ്യുന്നതിനുള്ള ഭയനിർദ്ദേശം എന്ന. മനഃപൂർവ്വം പാപം ചെയ്യുന്നതിനുള്ള ഭയനിർദ്ദേശം. ആ മനഃപൂർവ്വം പാപം ചെയ്യുക എന്നുള്ള കാര്യം നാം കണ്ടു. അത് വിശ്വാസിക്ക് സാധിക്കുന്നതല്ല. അതേ കാര്യം തന്നെയാണ് പിന്മാറിപ്പോവുക എന്ന് 38, 39 വാക്യങ്ങളിൽ പറയുന്ന ആ കാര്യവുമെന്ന് നാം കണ്ടു. അതെന്തായിരിക്കാമെന്നുള്ളതിലേക്കൊന്ന് വിരൽ ചൂണ്ടി. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് നാം അത് മനസ്സിലാക്കിയത്. എന്തായിരുന്നു? ചിലർ സഭായോഗങ്ങളെ ഗണ്യമാക്കിയില്ല. അല്ലെങ്കിൽ യോഗങ്ങൾക്ക് വരാത്ത അവസ്ഥ കാണാനില്ല. വരുന്നവരായിരുന്നു. സാഹചര്യങ്ങൾ മാറിയപ്പോൾ അവർ പിന്മാറിപ്പോയി, അവർ പിൻവാങ്ങി. ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അവരെക്കുറിച്ചുള്ള ഭാരമാണ്, അവരെക്കുറിച്ചുള്ള ചിന്തയാണ് ഈ ഭയനിർദ്ദേശത്തിലേക്ക് ലേഖനകാരനെ കൊണ്ടുവന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ ക്ലാസ്സുകളിൽ ഏറ്റവും പ്രധാനം ആ പശ്ചാത്തലം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇതൊക്കെ വളരെ കണ്ടുവരുന്നുണ്ട്. എങ്കിൽ നാമും ഭയപ്പെടണം. വിശ്വാസത്യാഗികളുടെ എണ്ണം ചുറ്റുപാടും കൂടുന്നു എന്നുള്ള ഭയം, നമ്മെ തന്നെ ശോധന ചെയ്യുവാനുള്ള ആവശ്യം അവിടെയുണ്ട്. മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാൻ അവിടെ ആവശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭയം, ചിന്ത ഉള്ളിൽ വന്നാണ് ലേഖനകാരൻ
ആ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഈ ജോലി നാമും ചെയ്യണം. ഈ ഭാഗങ്ങളൊക്കെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവർക്കിവിടെ കണ്ട വളരെ മനോഹരമായിട്ടുള്ള വിവരണങ്ങൾ നാം ആദ്യം കാണുകയുണ്ടായി. അത് ഞാൻ ആവർത്തിക്കുവാനായിട്ട് ആവശ്യമില്ല. എന്നാൽ അതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴത്തെ അവസ്ഥ, അതിൻ്റെ അപകടം നാം കണ്ടു, അതിൻ്റെ ആ ഗൗരവം നാം കണ്ടു. പിതാവിനെ അവർ അവഗണിച്ചു, പുത്രനെ അവർ അവഗണിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും അവർ അവഗണിച്ചു. മാത്രമല്ല പിന്നീട് നാം കണ്ടത് അതിൻ്റെ അപകടം. എന്താണ് അതിൻ്റെ അപകടം? ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്നത് ഭയങ്കരമാണ്. എതിരികളെ നശിപ്പിക്കുവാനുള്ള ആ ജഡ്ജ്മെൻ്റാണ്, ആ വിധിയാണ് അവർക്കുള്ളത്. അവർ നാശത്തിലേക്ക് പിന്തിരിയുന്നവരായി തീരുകയാണ്. ഇതൊക്കെ വിശ്വാസത്യാഗികളെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു വീഴ്ചയിൽ അകപ്പെട്ട വിശ്വാസിയെക്കുറിച്ച് അത് പറയുവാനായിട്ട് സാധ്യമല്ല. ആ വിശദീകരണത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഈ വായനക്കാരെ ഓർപ്പിക്കുന്ന 4 കാര്യങ്ങൾ നാം കണ്ടു. ഒന്ന്, റിമംബർ. ഓർക്കുക. നമ്മുടെ ഈ ആരംഭം ഓർത്ത് അന്നത്തെ ആത്മീക ആ ജീവനിലേക്ക്, അനുഭവങ്ങളിലേക്കൊന്ന് മടങ്ങി വരുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടായിരിക്കട്ടെ. അന്നത്തെ അവസ്ഥയിൽ നിന്നും എത്രയും വീണിരിക്കുന്നു എന്ന് നോക്കി തിരിഞ്ഞു വരുവാൻ നമുക്ക് ഇടവരുമാറാകട്ടെ. മാത്രമല്ല, ഡു നോട്ട് കാസ്റ്റ് അവേ. നിങ്ങളത് തള്ളിക്കളയരുത്. ചില കാര്യങ്ങൾ പിടിച്ചുകൊള്ളണം, നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. നഷ്ടപ്പെട്ട വി ആർ റെസ്പോൺസിബിൾ. വി ആർ കാസ്റ്റിംഗ് ഇറ്റ് അവേ. നാം അത് തള്ളിക്കളയുക. മൂന്നാമത് നാം കണ്ടത് കണ്ടിന്യൂ. യു ഹാവ് നീഡ് ഓഫ് എൻഡ്യൂറൻസ്. സഹിഷ്ണുത ആത്മാവത് പുറപ്പെടുവിക്കുന്നത്. അത് തന്നെ വല്ല വിശ്വാസം. അത് ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല. അതൊരു സമർപ്പണമാണ്. ആ സമർപ്പണത്തിൽ വർദ്ധിക്കാം. മാത്രമല്ല, നാം കർത്താവിൻ്റെ മക്കൾ, ദൈവമക്കൾ എന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കാം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, നാം ഈ വിശ്വാസത്യാഗത്തിൻ്റെ ലക്ഷണമായിട്ടുള്ള സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നു എന്നുള്ള ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതെ ഇരിക്കട്ടെ. കർത്താവിൻ്റെ കൂടിവരവുകളെ സ്നേഹിക്കുന്നവരായിരിക്കാം. ആ നിലയിൽ തമ്മിൽ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കാം. പ്രോത്സാഹനം മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്നവരായിരിക്കാം. അങ്ങനെ ദൈവജനമായി ഒന്നിച്ച് കർത്താവിനായി വളരാം. അതിന് നാം ചിന്തിച്ച ഈ കാര്യങ്ങളും നമുക്കെല്ലാവർക്കും പ്രോത്സാഹനമായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.